കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണം അല്ലേ. ഇപ്രാവശ്യത്തെ പ്രണവിന്റെ പിറന്നാളിന് പ്രണവ് പറഞ്ഞു, ഗിഫ്റ്റ് ഒന്നും വേണ്ടാമേ, എനിക്കൊന്ന് ലുലു മാളിൽ പോയി ഫണ്ടൂറയിൽ കളിക്കണം, ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം. കേട്ടപ്പോൾ തോന്നി നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാവുന്ന ആഗ്രഹം തന്നെയുള്ളൂ. പോണ വഴി ചെറുങ്ങരയിൽ പൃഥ്വിനെ രുദ്രുവിനെയും കൂട്ടി. കാറിൽ കയറിയപ്പോൾ കുഞ്ഞുവിനും പൃഥ്വിനും ഒരു ആഗ്രഹം, മെട്രോ ട്രെയിനിൽ പോകണമെന്ന്. ആവാലോ, നമുക്കും സന്തോഷമാണല്ലോ. മെട്രോന്ന് ഇറങ്ങി ഗേറ്റ് തുറന്ന് നേരെ വീട്ടിലേക്ക് കയറുന്നത് പോലെ നേരെ ലുലു മാളിലേക്ക്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. ഓഫർ അനുസരിച്ച് കാർഡ് എടുത്താൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ ഗിഫ്റ്റ് വെക്കാൻ ഒരു വലിയ കവറോ ബാഗോ കയ്യിലെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുട്ടിയെ കൈമാറിയ പോലെയായിരുന്നു ഞങ്ങൾക്കത്. കാർഡ് കിട്ടിയാൽ പിന്നെ ചോദിക്കണ്ടല്ലോ. കരിമ്പങ്കാട്ടിൽ ആന കയറിയ അവസ്ഥയാണ്. വിഷ്ണുമാമ, അച്ഛ, അച്ഛ, വിഷ്ണുമാമ, ഈ 2 സ്വരങ്ങൾ മാത്രം. പറ്റാവുന്നതിലൊക്കെ ഞങ്ങളും കയറി. കാരണം റൈഡിൽ മാത്രമേ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. അത്യാവശ്യം റൈഡിലൊക്കെ കയറി ഒന്ന് ഭക്ഷണം കഴിക്കാന്ന് വെച്ചാലോ, പൂരത്തിന്റെ തിരക്കാണ്. ഇരിക്കാനായിട്ട് ആളുകൾ പിന്നിൽ ക്യൂ ആണ്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിച്ചു വന്നപ്പോഴേക്കും നല്ല ക്ഷീണമായി. പിന്നെയുള്ള ഉദ്ദേശം കുട്ടികളെ ഈ ഫൺലാൻഡിൽ കയറ്റിവിടാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ പിന്നെ അവർ നോക്കിക്കോളും. അവർക്കും സന്തോഷം, നമുക്കും ആശ്വാസം. അവരൊക്കെ എവിടെയാണ് നടക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ CCTV കൂടെ കാണും ചെയ്യാം. അവിടെ ഈ പറഞ്ഞ പോലെ തിരക്ക് കാരണം ഇരിക്കാൻ ഒരിത്തിരി സ്ഥലം കിട്ടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു പോകാൻ വഴി കണ്ടു. കുട്ടികൾക്ക് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പാടില്ല, പിന്നെ നമ്മൾക്ക് കഴിക്കാമല്ലോ, അവരില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയതും അടുത്ത യജ്ഞത്തിലേക്ക് കിടക്കുക. പക്ഷെ ഇതൊരു ഭയങ്കര പറ്റിക്കലായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് പാവയെ കിട്ടൂല, നമ്മുടെ പോയിന്റ് മുഴുവനും പാവയെ കിട്ടാൻ വേണ്ടി നമ്മളെ കൊണ്ട് മാക്സിമം അവരെടുക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയ പോലെ കുറേ പോയിന്റ്സ് ഇതിനു വേണ്ടി കളയരുത്. കാരണം ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ പോയിന്റ്സ് അവരെടുത്തതാണ്. അതുപോലെ നിങ്ങളുടെ പോയിന്റ്സ് കളയാനുള്ള ഇടവരുത്തരുത്. കുട്ടികളെ സംബന്ധിച്ച് രാവിലെ കയറി കഴിഞ്ഞാൽ രാത്രി ആവണതേ അറിയില്ലായിരുന്നു. അവർക്ക് ഫുൾ എൻജോയ്മെന്റ് ആണ്. പക്ഷേ നമ്മളെ വലിയവരെ സംബന്ധിച്ച് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക, ക്ഷമയോടെ നോക്കിയിരിക്കുക എന്നുള്ളതേ ഒരു ടാസ്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടി യൂസഫ് അലി സാർ അത് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കുട്ടികൾ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഹാപ്പിയാണല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം.